എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 4:30 കേട്ടോ. ആദ്യ ലക്ഷ്യം പാലക്കാടിന്റെ ചരിത്രമുറങ്ങുന്ന പാലക്കാട് കോട്ടയാണ്. റൂമിൽ നിന്ന് കോട്ടയിലേക്ക് ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട്. ഓട്ടോ ഡ്രൈവർമാരോട് ചോദിച്ചപ്പോൾ ഏകദേശം 150 രൂപയാണ് പറഞ്ഞത്. ഒടുവിൽ ഒരു ഓട്ടോ വിളിച്ച് യാത്ര തുടങ്ങി. പുറത്താണെങ്കിൽ നല്ല മഴയും തണുത്ത കാലാവസ്ഥയുമാണ്. ആ മഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ടാണ് പാലക്കാടിലെ ബൈക്കുകളിലൂടെ നമ്മളുടെ യാത്ര മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഒടുവിൽ നമ്മൾ പാലക്കാട് കോട്ടയിലെത്തി. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ എൻട്രി ടൈം. അപ്പോൾ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ ഒരാൾക്ക് 25 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇതാണ് ടിക്കറ്റ്. പിന്നെ വിദേശികൾക്ക് ടിക്കറ്റ് റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിലൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോകാം. അങ്ങനെ ആദ്യ കാഴ്ച തന്നെ മനസ്സിനെ ആകർഷിക്കുന്നതാണ് കേട്ടോ. കോട്ടയ്ക്ക് ചുറ്റുമായി നിറഞ്ഞു കിടക്കുന്ന ഈ ജലാശയം കോട്ടയുടെ ഭംഗി ഇരട്ടിയാക്കുന്നുണ്ട്. പണ്ട് ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്ന് കോട്ടയെ രക്ഷിക്കാനായി നിർമ്മിച്ച കിടങ്ങാണ് ഇത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കോട്ടയ്ക്കകത്തേക്കുള്ള പ്രവേശന കവാടം. അപ്പോൾ ഇതിലെയാണ് നമ്മൾ ഉള്ളിലേക്ക് പോകേണ്ടത്. മഴ പെയ്തതിനാൽ ചുറ്റുപാടെല്ലാം കൂടുതൽ പച്ചപ്പും മനോഹരവുമാണ്. ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇനി നമുക്ക് പാലക്കാട് കോട്ടയ്ക്കുള്ളിൽ കടന്ന് അതിന്റെ ചരിത്രവും വിശേഷങ്ങളും അടുത്തറിയാം. അപ്പോൾ ഇതാണ് പ്രവേശന കവാടം. പ്രവേശന കവാടത്തിലൂടെ നമ്മൾ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു ക്ഷേത്രം കാണാം കേട്ടോ. ഹനുമാൻ ക്ഷേത്രം കാണാൻ പറ്റും. ഇപ്പോൾ രാമായണ മാസമായതുകൊണ്ട് രാമായണക്കെ വായിക്കുന്നതും പിന്നെ ഒരുപാട് ഭക്തരെയും ആളുകളെയും നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഹനുമാനോട് എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് കോട്ടയിലേക്കുള്ള പ്രവേശന വഴി. ഇവിടെ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടത്. അങ്ങനെ ഞാനിപ്പോൾ പാലക്കാട് കോട്ടയ്ക്കുള്ളിലാണ്. ചരിത്രത്തിന്റെ നിശബ്ദത സാക്ഷിയായി നൂറ്റാണ്ടുകളായി തലയുയർത്തി നിൽക്കുന്ന ഈ കോട്ട പാലക്കാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൈതൃക സംസ്കാരങ്ങളിൽ ഒന്നാണ്. വിശാലമായ മതിലുകളും പച്ചപ്പാർന്ന പരിസരവും ചുറ്റുമുള്ള കിടങ്ങും ചേർന്ന് ഈ സ്ഥലത്തിന് വേറിട്ടൊരു ഭംഗിയാണ് നൽകുന്നത്. മഴ പെയ്തതിനാൽ അന്തരീക്ഷം കൂടുതൽ മനോഹരമായിട്ടുണ്ട് കേട്ടോ. ചരിത്രം ഇഷ്ടപ്പെടുന്നവർക്കും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പ്രകൃതിയുടെ ശാന്തത ആസ്വദിക്കാൻ വരുന്നവർക്കും ഒരുപോലെ അനുയോജ്യമായ സ്ഥലമാണ് ഈ കോട്ട. മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് കോട്ടയുടെ ഓരോ ഭാഗവും പതുക്കെ കണ്ടു നടക്കാം. നിങ്ങൾ ഈ ആൽമരം കണ്ടോ? എത്ര വർഷം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല. അത്രയും വലുതാണിത്. ഒരു പർവ്വതം പോലെ നിൽക്കുന്ന മനോഹരമായ ഒരു ആൽമരം. ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്ന് അറിയുന്നവർ കമന്റ് ചെയ്യും. ശരിക്കും ഇത് 1766 ഹൈദരാലി ഈ കോട്ട നിർമ്മിച്ചത്. പിന്നീട് അത് ടിപ്പു സുൽത്താന്റെ ഭരണകാലത്തും പ്രധാന സൈനിക കേന്ദ്രമായി ഉപയോഗിച്ചിരുന്നു. പിന്നെ അവിടുന്ന് 1790 ബ്രിട്ടീഷുകാർ കോട്ട ആക്രമിച്ച് കൈവശപ്പെടുത്തുകയായിരുന്നു. ഇന്ന് നൂറ്റാണ്ടുകളുടെ ചരിത്രം നെഞ്ചിലേറ്റി നിൽക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഒരു കോട്ടയാണ് ഈ പാലക്കാട് കോട്ട. എന്താല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സൈനിക കേന്ദ്രമായി ടിപ്പു സുൽത്താൻ ഉപയോഗിച്ചിരുന്ന കോട്ടയാണ് ഇതെന്ന്. അപ്പോൾ അവിടുത്തെ ജയിലുകളൊന്ന് കണ്ടാലോ നമുക്ക്? ഇത് ഇറങ്ങി പോകുന്നത് എനിക്കെന്നെ പേടിയാവുന്നുണ്ട്. ഈ ഒരു മഴയും ഈ ഇരുട്ടൊക്കെ കാണുമ്പോൾ. ഇതൊക്കെ ജയിലായിരുന്നു കേട്ടോ. ആ സമയത്ത് ജയിലുകളായിരുന്നു. പലരെയും ഇതിനുള്ളിൽ ജയിലിൽ അടച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇപ്പൊ എല്ലാം നശിച്ചുപോയി, എല്ലാം പൊളിഞ്ഞുപോയി. പക്ഷെ ഈ കാണുന്ന ഈ ജയിലിന്റെ അഴികൾ ഇപ്പോഴും അവിടെ കാണുന്നുണ്ട്. അതും ഞാനൊന്ന് പിടിച്ചു നോക്കി. ഭയങ്കര സ്ട്രോങ് ആട്ടോ. ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ ഈ ഒരു ഏരിയയിൽ പലരെയും ഈ ഒരു റൂമിൽ എത്ര ആൾക്കാരെ ജയിലിൽ അടച്ചിട്ടുണ്ടാവും ആ സമയത്തിലെ. ഇതൊക്കെ വെറും കഥകൾ മാത്രം, കെട്ടുകഥകളല്ലല്ലോ. ഇതെല്ലാം റിയൽ ആയിട്ട് നടന്ന ചരിത്രങ്ങളാണ്. അതൊക്കെ നേരിട്ട് തന്നെ കണ്ട് അനുഭവിക്കണം. ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ അത്.
കാണുന്നതൊക്കെ പാലക്കാട് കോട്ടയിലെ പഴയ കാലത്തെ ജയിലുകളാണ് കേട്ടോ. ഒരു കാലത്ത് തടവുകാരെ പാർപ്പിച്ചിരുന്ന ഇടങ്ങളായിരുന്നു ഇവ. ഇന്ന് കാലത്തിന്റെ മാറ്റത്തിൽ പല ഭാഗങ്ങളും നശിച്ചുപോയെങ്കിലും ഈ ചുമരുകൾക്ക് പറയാനുള്ളത് ഒരുപാട് പഴയ കഥകളാണ്. ഈ പഴയ കെട്ടിടങ്ങളും ഇടുങ്ങിയ മുറികളും കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ജീവിതവും ചരിത്ര സംഭവങ്ങളും മനസ്സിൽ ഒരു ചിത്രം പോലെ തെളിയുന്നു. ഒരു വല്ലാത്തൊരു ഫീൽ തന്നെയാണത്. ഇത്തരം ചരിത്ര ഇടങ്ങളിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഓരോ കല്ലിനും ഓരോ ചുമരിനും പറയാനുള്ളത് ഒരു കഥയുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പാലക്കാട് കോട്ട ഒരു പ്രാവശ്യമെങ്കിലും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ്. അതുകൂടാതെ ഫ്രണ്ട്സ്, ഈ ചരിത്രപ്രദമായ കാഴ്ചകൾക്കൊപ്പം തന്നെ പാലക്കാട് കോട്ടയുടെ പരിസരവും വളരെ മനോഹരമാണ് കേട്ടോ. ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന വലിയ ആൽമരങ്ങളും പച്ചപ്പ് നിറഞ്ഞ വിശാലമായ സ്ഥലവും ഈ കോട്ടയ്ക്ക് വേറിട്ടൊരു ഭംഗിയാണ് നൽകുന്നത്. ചരിത്രവും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന ഒരു മനോഹരമായ ഇടമാണ് പാലക്കാട് കോട്ട. ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കുമ്പോൾ തന്നെ മനസ്സിന് ഒരു പ്രത്യേക ശാന്തിയും പോസിറ്റീവ് ഫീലും ലഭിക്കും. അങ്ങനെ പാലക്കാട് കോട്ടയുടെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കോട്ടയ്ക്ക് തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കും ഉണ്ട് കേട്ടോ. പ്രത്യേക ടിക്കറ്റ് എടുത്താൽ അവിടെയും സന്ദർശിക്കാം. എന്നാൽ സമയം വൈകിയതും മഴ തുടങ്ങിയതും കാരണം ഞാൻ പാർക്കിലേക്ക് പോയില്ല. ഇനി ഇവിടെ നിന്ന് പാലക്കാട് ജംഗ്ഷനിലേക്ക് ബസ് വളരെ എളുപ്പത്തിൽ ലഭിക്കും. കോട്ടയുടെ പുറത്തുനിന്ന് തന്നെ ബസ് നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. വെറും 13 രൂപ മാത്രമാണ് ബസ് ചാർജ്. അപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, ഇന്നത്തെ പാലക്കാട് യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ യാത്ര ഇവിടെ തീരുന്നില്ല. നാളെ രാവിലെ നമ്മൾ പോകുന്നത് മലയാള സിനിമയിലെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ ചിത്രീകരിച്ച പ്രശസ്തമായ മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വെട്ടം, മേഘം, ഹൃദയം, യാത്രാമൊഴി തുടങ്ങിയ നിരവധി സിനിമകളുടെ ഓർമ്മകൾ നിറഞ്ഞ ആ സ്ഥലത്തിന്റെ വിശേഷങ്ങളും അവിടുത്തെ മനോഹരമായ കാഴ്ചകളും നമുക്ക് ഒരുമിച്ച് കാണാം. അതുമാത്രമല്ല, മനോഹരമായ ഡാമുകളും പാലക്കാടിന്റെ ഇനിയും കാണാൻ ബാക്കിയുള്ള നിരവധി സ്ഥലങ്ങളും വരാനിരിക്കുന്ന വീഡിയോകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഈ സീരീസിലെ അടുത്ത എപ്പിസോഡുകൾ ആരും മിസ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ബൈ.